പ്രിയപ്പെട്ടവരെ, സഖ്യസാഹിതി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സഖ്യസാഹിതി ഒരു പുതിയ പംക്തി ആരംഭിക്കുകയാണ്. ദേവഭൂവിലൂടെ. ബഹുമുഖ പ്രതിഭയായ ശ്രീമതി സുഗുണരാജൻ എഴുതിയ ലേഖനം ചക്രതീർത്ഥവും ശ്രീ ചക്രപാണിയും ആണ് ആദ്യമായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ലേഖനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഖ്യസാഹിതിക്ക് സപ്പോർട്ട് നൽകുമല്ലോ. ചക്രതീർത്ഥവും ശ്രീ ചക്രപാണിയും ഇത്തവണത്തെ യാത്രയിൽ പയ്യന്നൂരിൽ ആകെ 4 നാൾ പോയി കാണാനും കണ്ടുവന്നിച്ച് അനുഗ്രഹാശിസ്സുകൾ അർത്ഥിക്കാനും കണ്ട് നിർവൃതി കൊള്ളാനും ആത്മബന്ധുക്കളും ഗുരുകാരണവന്മാരും നിറയെ ചെയ്തു തീർക്കാൻ പലപ്പോഴായി ബാക്കി വെച്ച കാര്യങ്ങളും നിരവധി. പ്രൗഢഗംഭീരമായ കാവിനെക്കുറിച്ചും വലിയ ചെറിയായ താമരക്കുളത്തെക്കുറിച്ചും മറ്റും തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ധാരാളമായി കേട്ടു തുടങ്ങിയതാണെങ്കിലും ഇതിനു മുമ്പ് ഒരിക്കൽ പോലും ചൈതന്യമൂർത്തിയായ ചതുർബാഹു മഹാവിഷ്ണുവിന്റെ ചക്രപാണി വിഗ്രഹം കണ്ടു തൊഴാനുള്ള പരമഭാഗ്യം സിദ്ധിച്ചിരുന്നില്ല. തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞത് വളരെ യാദൃച്ഛികമായി കൈവന്നൊരു പുണ്യമാണ്. സാക്ഷാൽ ശ്രീ ചക്രപാണി മഹാവിഷ്ണു എന്റെ കാലിൽ കടിച്ചു തൂങ്ങുന്ന ദുരിതനക്രത്തെ ഒഴിവാക്കി സ്നേഹപാശത്താൽ ബന്ധിക്കാൻ തന്റെ സവിധത്തിലേക്ക് എന്നെ വരുത്തിയത് തന്നെ എന്നെനിക്ക് നടയിൽ നിന്ന് തൊഴുതപ്പോൾ തോന്നാതിരുന്നില്ല. കാവിന്റെ ശാന്തമായ കുളിർക്കമ്പളം പുതച്ച അന്തരീക്ഷത്തിൽ ഭഗവാനെ തൊഴാൻ കഴിയുന്നത് സുഹൃതം തന്നെ. വടക്കേ മലബാറിലെ വിദൂരസ്ഥങ്ങളായ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോലും പ്രസിദ്ധമാണ് ശ്രീ ചക്രപാണിയുടെ അനുഗ്രഹപ്പെരുമ. ഉദാഹരണമായി മഴക്കാലത്തൊക്കെ എന്തെങ്കിലും വിശേഷ പരിപാടികൾ നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴായാലും ഏത് കാലാവസ്ഥയിലായാലും മഴയോ അതുപോലെ മറ്റു തടസ്സങ്ങളോ ഒന്നും ഉണ്ടാവാതെ നമ്മൾ വിചാരിച്ച പരിപാടികളോ ചടങ്ങുകളോ നടത്താൻ സാധിക്കണേ എന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിച്ച് തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രത്തിലേക്ക് നേർച്ചകൾ നടത്തുന്നത് അവിടുത്തുകാരുടെ സ്ഥിരം ശീലമാണ്. അങ്ങനെ ഏത് ബുദ്ധിമുട്ടിലും വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ശ്രീ ചക്രപാണിയെ കണ്ണിറയെ കാണാനും തൊഴാനും കഴിഞ്ഞത് ആജന്മ പുണ്യം. സംസാരസാഗരത്തിൽ മുഴുകുന്ന സാധാരണ ജനങ്ങളുടെ കാലിൽ കടമ്പകളും പ്രതിസന്ധികളും മുതലയെപ്പോലെ പിടിമുറുക്കുമ്പോൾ ചക്രപാണിയായ മഹാവിഷ്ണു രക്ഷകനായി എത്തും എന്നാണ് ഭക്തരുടെ വിശ്വാസം. കാസർഗോഡ് ജില്ലയുടെ തെക്കേ അറ്റത്താണ് തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗജേന്ദ്രമോക്ഷം. വിഷ്ണു ഭഗവാൻ ഗജേന്ദ്രന് മോക്ഷം നൽകിയത് ഇവിടുത്തെ താമരക്കുളത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അഗസ്ത്യമുനിയുടെ ശാപം കിട്ടിയ ഇന്ദ്രദ്യുമ്നൻ എന്നൊരു പാണ്ഡ്യരാജാവ് ആനയായി എന്നും ദേവലൻ എന്ന മഹർഷിയുടെ ശാപമേറ്റ കുഹു എന്ന ഗന്ധർവൻ മുതലയായി എന്നുമാണ് ഐതിഹ്യം. കുളിക്കാനായി താമരക്കുളത്തിൽ ചിറ എന്നറിയപ്പെടുന്ന പത്മതീർത്ഥത്തിൽ ഇറങ്ങിയ ആനയുടെ കാലിൽ മുതല പിടികൂടി. ഇരുവരും തുല്യശക്തിയോടെ 1000ഓളം ആണ്ട് അവിടെ കഴിഞ്ഞുപോലും. ഒടുവിൽ കരിവര രൂപനായ ഇന്ദ്രദ്യുമ്നന് പൂർവജന്മം ഓർമ്മ വരികയും പത്മതീർത്ഥത്തിൽ നിന്നും ഒരു താമരപ്പൂവ് പറിച്ചെടുത്ത് വിഷ്ണു ഭഗവാനെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അപ്പോൾ ഗരുഡാരൂഢനായി മഹാവിഷ്ണു ചക്രപാണി രൂപത്തിൽ ലക്ഷ്മി സമേതം അവിടെ പ്രത്യക്ഷപ്പെട്ട് നക്രത്തെ മുതലയെ സുദർശന ചക്രം കൊണ്ട് ഹനിച്ച് കരിവീരന് മോക്ഷമേകി. കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂരിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ തെക്കായി തങ്കയം ഇളമ്പച്ചി റോഡിലാണ് ശ്രീ ചക്രപാണി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ട് ദർശനമുള്ള ശ്രീ ചക്രപാണി ക്ഷേത്രത്തിലെ ശംഖചക്ര ഗദാപത്മധാരിയായ ശ്രീ ചക്രപാണി വിഗ്രഹത്തിന് 6 അടിയോളം ഉയരമുണ്ട്. അതുകൊണ്ട് തന്നെ മൂർത്തിക്ക് പൂജ ചെയ്യുന്നത് നിന്നുകൊണ്ടാണ്. നാലമ്പലത്തിനോട് ചേർന്നുള്ള കാവിലാണ് ഗണപതി, വനശാസ്താവ്, ദുർഗാദേവി എന്നീ ഉപദേവതകളുടെ സ്ഥാനം. വലിയന്നൂർ ദേവിയുടെ സാന്നിധ്യത്തിന്റെ സങ്കല്പവും ഇവിടെ പറയപ്പെടുന്നുണ്ട്. മീനമാസത്തിൽ 7 ദിവസം നീണ്ട ഉത്സവം ചതയത്തിന് കൊടികയറി രോഹിണി നാളിൽ ആറാട്ടോടെ അവസാനിക്കുന്നു. എല്ലാ മാസവും തിരുവോണ നാളിൽ അന്നദാനം നടക്കാറുണ്ട്. കന്നിമാസത്തിലെ തിരുവോണം അതിവിശേഷമാണ്. തിരുവോണമൂട്ട് നടത്തിയാൽ സന്താനഭാഗ്യം കൈവരും എന്നാണ് വിശ്വാസം. നിറ, പുത്തരി, പാൽപ്പായസം, ചുറ്റുവിളക്ക് എന്നിവ ഇവിടുത്തെ വിശേഷപ്പെട്ട വഴിപാടുകളാണ്. വില്ലുമംഗലം സ്വാമിയാർ മോക്ഷം ലഭിക്കുന്നതിനായി ഗുരുവായൂരപ്പന്റെ നിർദ്ദേശാനുസരണം ഇവിടെ വചനമിരുന്നിട്ടുണ്ട് എന്നും കരുതപ്പെടുന്നു. രാവിലെ 4:30 നട തുറന്ന് ഉച്ചപൂജയോടെ 11 മണിക്ക് നടയടയ്ക്കും. വൈകിട്ട് 5:30 നട തുറന്ന് അത്താഴപൂജ കഴിഞ്ഞ് 8 നടയടയ്ക്കും.
ക്ഷേത്രം തന്ത്രി തെക്കിനിയടുത്ത് തരണനല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാട് കാഞ്ചീപുര ഗ്രാമത്തിൽ നിന്ന് വേദശാസ്ത്ര പണ്ഡിതനും വിഷ്ണു കഥാപരനും ബ്രാഹ്മണ ശ്രേഷ്ഠനുമായ തരണനല്ലൂർ നമ്പൂതിരിപ്പാടിനെ പരശുരാമന്റെ വൈഭവം കൊണ്ട് ഇവിടേക്ക് ആനയിക്കാൻ കഴിഞ്ഞതും അദ്ദേഹത്തിന് ക്ഷേത്രത്തിന്റെ തന്ത്രാധികാരം കൽപ്പിച്ചു നൽകാൻ കഴിഞ്ഞതുമെല്ലാം പുരാണത്തിൽ വിസ്തരിച്ചിട്ടുള്ളതായി പറയപ്പെടുന്നു. നിറഞ്ഞൊഴുകുന്ന കാവേരി നദിയെ തന്റെ തപശക്തി കൊണ്ട് തരണം ചെയ്ത് ബ്രാഹ്മണ പരീക്ഷയെ അതിജീവിച്ചതുകൊണ്ടാണ് ആ ബ്രാഹ്മണോത്തമന് തരണനല്ലൂർ എന്ന പേര് സിദ്ധിച്ചതെന്ന് കേരള മാഹാത്മ്യം എന്ന കൃതിയിൽ വ്യക്തമാക്കുന്നതായും അറിയാൻ കഴിഞ്ഞു. പ്രപഞ്ച രഹസ്യങ്ങൾ കണ്ടെത്തിയ അവധൂതന്മാരുടെയും ഋഷീശ്വരന്മാരുടെയും ജ്ഞാനമണ്ഡലങ്ങളിൽ ഉയിർകൊണ്ടതും ധർമ്മബോധങ്ങളിൽ അധിഷ്ഠിതമായതും ലൗകിക ജീവിത സുഖദുഃഖങ്ങളിൽ മുഴുകി നിത്യവൃത്തി കഴിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് ആത്മീയ ശക്തി ആർജിച്ചുകൊണ്ടുള്ള സമാധാനവും ഐശ്വര്യവും സ്നേഹസമൃദ്ധമായ നന്മകളും സഹജീവി സ്നേഹവും സാധ്യമാക്കുകയും ചെയ്യുന്ന സർവ ഊർജങ്ങളുടെയും പ്രഭവസ്ഥാനവും ചൈതന്യ കേന്ദ്രവും തന്നെയാണ് ഓരോ മഹാക്ഷേത്രവും. വടക്കേ മലബാറിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ മഹാക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രം. താമരകൾ വിടർന്ന് പരിലസിക്കുന്ന മനോഹരമായൊരു സരസ്സിനരികിൽ ചെറിയൊരു കുന്നും പ്രദേശത്ത് ചുറ്റും വള്ളിപ്പടർപ്പുകളും പിടിച്ചാൽ പിടിയെത്താത്ത വൻ മരങ്ങളുമൊക്കെയായി വനസദൃശ്യമായ കാവിന് നടുവിൽ ചൈതന്യ സ്രോതസ്സായി വിളങ്ങുന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള സൂചനകൾ പുണ്യപുരാതന ഗ്രന്ഥമായ ബ്രഹ്മപുരാണത്തിലുണ്ടെന്ന് പറയപ്പെടുന്നു. ചരിത്രവും ഒപ്പം ഐതിഹ്യങ്ങളും ആത്മപ്രചോദനകരമായ ജ്ഞാനവും മനോഹരമായി സമന്വയിച്ച് രചിക്കപ്പെട്ട ഇത്തരം പുരാണങ്ങൾ അഗാധമായ ജീവിത തത്വങ്ങളുടെ പൊരുളും പ്രകാശവും ലളിതമായും പ്രതീകാത്മകമായും സരസമായ കഥകളിലൂടെ സാധാരണക്കാരിലേക്ക് വരെ പകരുവാൻ പര്യാപ്തമായവയാണ്. കാവുകളും നിബിഡ വനങ്ങളും കുളങ്ങളുമൊക്കെ പ്രപഞ്ച താളങ്ങളെ നമ്മുടെ ഹൃദയതാളവുമായി മേളിപ്പിച്ച് മനുഷ്യ മനസ്സുകളിൽ ആഹ്ലാദവും അചഞ്ചല സ്നേഹവും പകരുന്നവയാണല്ലോ. മനോഹരമായ കാവിനുള്ളിലെ വനശാസ്താവും ക്ഷേത്രത്തിന്റെ തെക്കു പടിഞ്ഞാറ് കന്നിമൂലയിൽ വൻമരങ്ങളാൽ ചുറ്റപ്പെട്ട കാവിൽ അത്യപൂർവ ശില്പഭംഗിയുള്ള ഗണേശ വിഗ്രഹ പ്രതിഷ്ഠയും മറുഭാഗത്ത് ദേവിയുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിന്റെ ചൈതന്യം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നു. തമിഴ്നാടുമായി ഈ അതിപുരാതന ക്ഷേത്രത്തിന് ഉണ്ടെന്ന് കരുതുന്ന ബന്ധം മഹായോഗിയും ഭക്തനുമായ പുഷ്കര ബ്രാഹ്മണനെക്കുറിച്ച് ബ്രഹ്മപുരാണത്തിലും മറ്റും സൂചിപ്പിച്ചിട്ടുള്ളതിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നതാണ്. ശ്രീകോവിൽ നടയിൽ ഇടതുഭാഗത്തായി തറയിൽ തമിഴ് ബ്രാഹ്മണനെന്ന് തോന്നിപ്പിക്കുന്ന ഒരു രൂപം സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന അതിഗംഭീരമായ ഒരു കരിങ്കൽ ശില്പം ഇന്നും നമുക്ക് ദർശിക്കാൻ കഴിയും. അതിനു ചുറ്റും തമിഴ് ലിപികളിൽ ചില വാക്യങ്ങൾ കൊത്തിവെച്ചിട്ടുള്ളതും കാണാം. സാധാരണയായി ഉത്തര മലബാറിലെ ക്ഷേത്രങ്ങളിൽ ഇത്തരം തമിഴ് ലിപികളിലുള്ള ലിഖിതങ്ങൾ കാണപ്പെടാറില്ലെന്നാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. തൃക്കരിപുരം ബ്രഹ്മപുരാണത്തിലെ കേരള മാഹാത്മ്യം എന്ന ഭാഗത്തിൽ സൂചിപ്പിച്ചത് പ്രകാരം അഗസ്ത്യ മഹർഷിക്ക് സാക്ഷാൽ മഹാലക്ഷ്മിയാൽ ലഭ്യമായ മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹു വിഗ്രഹം മുനി കാഞ്ചീപുര ഗ്രാമവാസിയായ പുഷ്കരൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന് കൊടുത്തുവെന്നും അദ്ദേഹം ആ വിശിഷ്ട വിഗ്രഹം വിധിയാവണ്ണം ഭക്തിയോടെ പൂജിച്ചു വരവേ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹത്താൽ പുഷ്കരന് ധാരാളം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടായി. പിന്നീട് നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ദേവേന്ദ്രൻ ആ വിഗ്രഹം പുഷ്കരൻ അറിയാതെ അവിടുന്ന് കൈക്കലാക്കി പശ്ചിമ സമുദ്ര തീരത്തുള്ള പത്മതീർത്ഥത്തിൽ കൊണ്ടുവച്ചെന്നും പറയുന്നു. ലോക നന്മയ്ക്ക് വേണ്ടി ആ വിഗ്രഹം മറ്റൊരു പുണ്യസ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടണമെന്ന വിധിബലം കൊണ്ടായിരിക്കണം വിഷ്ണു വിഗ്രഹം ക്ഷീരസാഗരത്തിലെന്ന വിധം പശ്ചിമ സമുദ്ര തീരത്തുള്ള പത്മതീർത്ഥത്തിൽ സ്ഥാപിച്ച് വിധി പോലെ പൂജ ചെയ്യണമെന്ന് നാരദൻ ദേവേന്ദ്രനെ ഉപദേശിച്ചത്. ഇന്ദ്രൻ നാരദേച്ഛ പ്രകാരം അങ്ങനെ ചെയ്യുകയും വരുണനെ വിഗ്രഹ സംരക്ഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തു. താൻ ഭക്തിയോടെ പൂജിച്ചിരുന്ന മഹാവിഷ്ണു വിഗ്രഹം കാണാതെ വളരെ വിഷണ്ണനായി തീർന്ന പുഷ്കരൻ വിഗ്രഹം കണ്ടുകിട്ടാതെ ജലപാനം കഴിക്കില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്തു. ഭക്തനിൽ മനമലിഞ്ഞ മഹാവിഷ്ണു വിഗ്രഹം അന്വേഷിച്ചു പോകേണ്ട മാർഗം സ്വപ്നത്തിൽ
കാട്ടിക്കൊടുത്തതായും യാത്രയിൽ ഓരോ കാൽവെപ്പിലും ഓരോ പൂക്കൾ വിടരുമെന്നും പൂക്കൾ കാണുന്ന വഴിയെ പോയാൽ വിഗ്രഹം കണ്ടെത്താനാവുമെന്നും സ്വപ്നദർശനമുണ്ടായി. തുടർന്ന് പുഷ്കരൻ അപ്രകാരം യാത്ര ചെയ്ത് പശ്ചിമ സമുദ്ര തീരത്തിനടുത്തുള്ള ഒരു വനഭൂമിയിൽ തപസ് ചെയ്യുന്ന ശംഭരമുനിയെ കാണുകയും അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം ദുർഗാദേവിയെ ഭജിച്ചുകൊണ്ട് ഭാർഗവരാമൻ വരുന്നതുവരെ തപസ് ചെയ്തു വരവേ മനോഹരവും ദിവ്യവുമായ താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന താമരക്കുളത്തിന്റെ കരയിലെത്തി അവിടെ തപസ് ചെയ്യാൻ ആരംഭിച്ചു. ഈ സമയം പരശുരാമൻ കേരളത്തിൽ അങ്ങോളമിങ്ങോളം സഞ്ചരിച്ച് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ച് വിഗ്രഹപ്രതിഷ്ഠ നടത്തി വരികയായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിനനുചിതമായ പുണ്യഭൂമിയെന്ന് കണ്ട പരശുരാമൻ ഈ താമരക്കുളത്തിനടുത്തൊരിടത്ത് രത്നഖചിതങ്ങളായ പ്രാകാര ഗോപുരങ്ങളോടുകൂടിയ ഒരു പട്ടണം നിർമ്മിക്കുകയും അവിടെ ഒരു ഗജശാല സ്ഥാപിക്കുകയും ചെയ്തു. അതിൽ ധാരാളം ആനകളെ പാർപ്പിക്കുകയും അവയെ വേണ്ട പോലെ സംരക്ഷിക്കാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുകയും ചെയ്തു. കരികളെ കൊണ്ട് നിറഞ്ഞ ആ പുരം പിൽക്കാലത്ത് കരിപുരം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. നാമപദങ്ങൾക്ക് ശ്രേഷ്ഠത കൈവരുത്തി പറയുമ്പോൾ സാധാരണയായി ത്രി ചേർത്ത് പറയാറുണ്ടല്ലോ. അതുപോലെ ആയിരിക്കണം പിന്നീട് തൃക്കരിപുരവും തിരുകരിപുരവും ഒക്കെയായത്. ഭഗവാൻ ചക്രപാണിയുടെ ചൈതന്യമുള്ളത് കൊണ്ടാവണം ശ്രീകരിപുരം എന്ന് ചിലയിടത്ത് പരാമർശിച്ച് കണ്ടിട്ടുള്ളത്. പ്രതിഷ്ഠയുടെ ഐതിഹ്യം: ഒരിക്കൽ ഭാർഗവരാമൻ ഗജശാലകളും കരിവരന്മാരെയും നിരീക്ഷിച്ചുകൊണ്ട് കരിപുരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പുരിയുടെ വടക്കു ഭാഗത്തായി ഒരു വലിയ താമരക്കുളവും പാൽക്കടലിൽ എന്ന പോലെ അതിൽ മഹാവിഷ്ണു ചൈതന്യവും കണ്ട് അത്ഭുതചിത്തനായി തീർന്നു. കുളക്കരയിൽ തപസ് ചെയ്യുന്ന ഭക്തനായ പുഷ്കര ബ്രാഹ്മണനെ കണ്ട് വിവരങ്ങൾ തിരക്കി. വിഷ്ണു വിഗ്രഹം നഷ്ടപ്പെട്ട കഥയും കണ്ടെടുക്കുന്നതിന് വരെ നിരാഹാരമാണെന്നും മറ്റും പറഞ്ഞ് വിഷമിച്ചു നിൽക്കുന്ന ബ്രാഹ്മണനെ വിഗ്രഹം കണ്ടെടുത്ത് വിധിപ്രകാരം പൂജ നടത്തിയതിനു ശേഷം വ്രതം അവസാനിപ്പിച്ച് ആഹാരം കഴിക്കുവാൻ ഇടവരുത്തി തരാമെന്ന് രാമൻ സമാധാനിപ്പിച്ചു. പിന്നീട് പരശുരാമൻ താമരക്കുളത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് പ്രാകാരങ്ങൾ, ഗോപുരങ്ങൾ ഇവയൊക്കെയായി ഒരു ക്ഷേത്രം പണികഴിപ്പിക്കുകയും ചെയ്തു. 64 ഗ്രാമക്കാരെയും യോഗാചര്യനെയും അവിടെ വരുത്തി ക്ഷേത്രപ്രതിഷ്ഠ കർമ്മത്തിനുള്ള ഒരുക്കങ്ങൾ കൂട്ടി. അത്ഭുതമെന്ന പോലെ അപ്പോൾ ആ തീർത്ഥക്കുളത്തിന്റെ മധ്യത്തിൽ ശംഖചക്ര ഗദാപത്മധാരിയായ മഹാവിഷ്ണുവിന്റെ ചതുർബാഹു വിഗ്രഹം രാമന്റെ ദൃഷ്ടിയിൽ പെട്ടുപോലും. ഭഗവാനെ, ചക്രപാണി, അങ്ങ് കരയ്ക്ക് കയറി വന്നാലും ഈ ഭൂമിക്ക് രക്ഷകനായി വസിച്ചാലും എന്ന രാമന്റെ പ്രാർത്ഥന കേട്ട് ശംഖചക്ര ഗദാപത്മധാരിയും പീതാംബരം ചുറ്റിയതുമായ സാക്ഷാൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെടുകയും അവിടെ കൂടിയ ഭക്തജനങ്ങളെല്ലാം കേൾക്കത്തക്ക വിധം ഇങ്ങനെ അരുളുകയും ചെയ്തു പോലും: ചക്രപാണിയായ എൻ്റെ വാസസ്ഥാനമായ ഈ താമരക്കുളം ഇനി മുതൽ ചക്രതീർത്ഥം എന്ന പേരിൽ അറിയപ്പെടും. ശ്രാവണ മാസത്തിലെ തിരുവോണനാളിൽ, ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ എന്നെ ധ്യാനിച്ച് ആര് ഈ ചക്രതീർത്ഥത്തിൽ ഭക്തിയോടെ നിർമ്മല മനസ്സുമായി വിധിപ്രകാരം സ്നാനം ചെയ്യുന്നുവോ അവരുടെ സർവ പാപങ്ങളും നശിക്കും. അവർക്ക് സർവ സൗഭാഗ്യങ്ങളും കൈവരും. ഒടുവിൽ ബ്രഹ്മശങ്കര പൂജിതമായ എൻ്റെ സ്ഥാനത്ത് വൈകുണ്ഠം എത്തി കൈവല്യം പ്രാപിക്കുകയും ചെയ്യും. പിന്നീട് ചക്രപാണി അന്തർധാനം ചെയ്തു. അപ്പോൾ അവിടെ എത്തിയ നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം പുഷ്കരൻ മഹാവിഷ്ണുവിൻ്റെ ചക്രപാണി ബിംബത്തെ താമരക്കുളത്തിൽ നിന്നും പുറത്തെടുത്ത് പരശുരാമന്റെ കയ്യിൽ കൊടുത്തു. രാമൻ ആ വിഗ്രഹം ഏറ്റുവാങ്ങി പണി പൂർത്തിയാക്കിയ പുണ്യക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കേരള ബ്രാഹ്മണരുടെ ആചാരമര്യാദകൾ സ്വീകരിച്ച ശേഷം താങ്കൾക്കിവിടെ വിഷ്ണുപൂജയും തന്ത്രവും മറ്റുമായി കഴിയാം എന്ന് ഭാർഗവരാമൻ പറഞ്ഞത് കേട്ട് പുഷ്കരൻ വിഷമത്തോടെ പറഞ്ഞു: എനിക്ക് തന്ത്രമൊന്നും വേണ്ട, ആ വിഷ്ണുബിംബം തിരിച്ചു തന്നാൽ മതി. ഞാൻ മുന്നേ പോലെ കാഞ്ചീപുരത്തേക്ക് തന്നെ മടങ്ങിപ്പോയിക്കൊള്ളാം എന്ന്. എന്നാൽ പരശുരാമൻ അപ്പോൾ ഉണർത്തിച്ചു: അല്ലയോ ബ്രാഹ്മണ, അങ്ങ് വന്നതുപോലെ തിരിച്ചു പോകുന്നതിന് വിരോധമില്ല. പക്ഷേ ഈ പരശുരാമ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച ബിംബം എന്റേതാണ്. വേണമെങ്കിൽ വിഷ്ണുബിംബം എന്റേതോ അങ്ങയുടേതോ എന്ന് പരീക്ഷിച്ച് നിശ്ചയിക്കാം. തുടർന്ന് ഭാർഗവരാമൻ പുഷ്കരനോട് ഇങ്ങനെ പറഞ്ഞു:
ഭഗവാൻ വാമനമൂർത്തിയായി ജനിച്ച ഭഗവാന്റെ ജന്മനാളായ ശ്രാവണമാസത്തിലെ ശ്രാവണ നക്ഷത്രത്തിൽ ചിങ്ങമാസത്തിലെ തിരുവോണനാൾ ഞാൻ ബ്രാഹ്മണർക്ക് ഷഡ്രസപൂർണമായ ഭോജനം നൽകാം. ആദിത്യൻ കന്നിരാശിയിൽ നിലകൊള്ളുമ്പോൾ കന്നിമാസം തിരുവോണനാളിൽ അങ്ങും അതേവിധം മഹാത്മാക്കളായ ബ്രാഹ്മണർക്ക് ഭോജനം നൽകിയാലും ഭഗവാൻ മഹാവിഷ്ണു പ്രസന്നനായി പ്രത്യക്ഷപ്പെടും. ചിങ്ങമാസത്തിലെ തിരുവോണം നാളിൽ വിഷ്ണു പ്രത്യക്ഷനായാൽ വിഷ്ണുബിംബം എനിക്കും കന്നിമാസത്തിലെ തിരുവോണം നാളിൽ പ്രത്യക്ഷപ്പെട്ടാൽ അങ്ങേക്കും അവകാശപ്പെട്ടതായിരിക്കും. ഇപ്രകാരം നിശ്ചയിച്ച് പരശുരാമനും പുഷ്കരനും അവരവർക്കായി പറഞ്ഞുവെച്ച ദിവസങ്ങളിൽ മഹാത്മാക്കൾക്ക് ഷഡ്രസപൂർണമായ ഭോജനം വിധിയാവണ്ണം നൽകി. പരശുരാമൻ ഭോജനം നൽകിയ ദിവസമായ ചിങ്ങമാസത്തിലെ തിരുവോണം നാൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടില്ല പോലും. എന്നാൽ പുഷ്കര ബ്രാഹ്മണൻ ഭോജനം നൽകിയ കന്നിമാസത്തിലെ തിരുവോണം നാൾ കൂടുതൽ തേജസ്സോടെ പ്രത്യക്ഷപ്പെടുകയും പുഷ്കരൻ ഭക്തിയോടും ആദരവോടും കൂടി ഭഗവാനെ പൂജിച്ച് ദീപം ആരാധിക്കുകയും ചെയ്തു. അനന്തരം ഭാർഗവരാമൻ പുഷ്കര ബ്രാഹ്മണന് ക്ഷേത്രവും ക്ഷേത്രകാര്യങ്ങളുമെല്ലാം എന്നേക്കുമായി വിട്ടുകൊടുക്കുകയാണത്രേ ഉണ്ടായത്. നമ്പി, പൊതുവാൾ, തമിഴ് ബ്രാഹ്മണർ എന്നിവരുൾപ്പെടെ 12 കുടുംബങ്ങളാണ് ക്ഷേത്രകാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് എന്നാണ് ക്ഷേത്ര ജീവനക്കാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. തൃക്കരിപ്പൂർ ശ്രീ ചക്രപാണി ക്ഷേത്രത്തിലെ കുറിച്ചുള്ള ശ്രീമതി സുഗുണരാജന്റെ ലേഖനം ഇവിടെ പൂർണ്ണമാകുന്നു. ലേഖനം കേട്ടുകഴിഞ്ഞ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. സ്നേഹത്തോടെ സഖ്യസാഹിതി ക്രിയേഷൻസ്.